നമുക്കിന്ന് അച്ചായൻ സ്റ്റൈൽ നാടൻ താറാവ് കറി ഉണ്ടാക്കിയാലോ? നമ്മുടെ കോട്ടയം അച്ചായൻ സ്പെഷ്യലാണ് താറാവ് കറി. ഞങ്ങളുടെ അച്ചായൻ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റുള്ള കറിയാണ് കുട്ടനാടൻ താറാവ് കറി. അച്ചായൻ ഇന്ന് രാവിലെ പോയിട്ടുണ്ടല്ലോ, ഒരു വലിയ താറാവ്, കുട്ടനാടൻ പൂവൻ താറാവ്, ഇളത്ത താറാവ് മേടിച്ച് അത് പൂടയൊക്കെ പൊളിച്ചാണ് മേടിച്ചത്. വീട്ടിൽ വന്ന് പൊളിച്ചു കഴിഞ്ഞാലേ ഇത് പറിക്കും തോറും പൂട എപ്പോഴും ഇങ്ങനെ കെളുത്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അച്ചായൻ അവരെ കൊണ്ട് പൂട പൊളിപ്പിച്ചാണ് മേടിച്ചത്. എന്നിട്ട് ഇവിടെ വന്ന് കഴുകി ഞുറുക്കിയെടുത്തതാണ്. ഇത് ഇറച്ചി തന്നെ അച്ഛാ. ഇത് കഴിഞ്ഞാൽ വലിയ താറാവായിരുന്നല്ലോ അച്ഛാ കുട്ടനാടൻ. ഞുറുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 1.25 കിലോ വരുമല്ലേ, 1.700 ഇറച്ചി വരും. പൂവൻ താറാവ് ഭയങ്കര താറാവായിരുന്നു, നല്ല പച്ച കളറുള്ള അല്ലേ, അടിപൊളി താറാവ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുക. ഒരു 1.700 വരുമായിരിക്കും അല്ലേ, 1.25 വരുമായിരിക്കും. അത്രയുണ്ട് കേട്ടോ. അത് ഈ ബൗളിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടത് അച്ഛൻ മെയിനായിട്ട് ചേർക്കുന്നത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി. അതൊരു 1/4 കിലോ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ബൗൾ. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന അച്ഛൻ്റെ സ്പെഷ്യൽ അരമുറി തേങ്ങ. ഇത് ആദ്യത്തെ പിഴിഞ്ഞ തേങ്ങാപ്പാൽ മാറ്റി വെക്കും, രണ്ടാമത് പിഴിഞ്ഞ തേങ്ങാപ്പാൽ ആദ്യം ഒഴിക്കും. അത് അച്ഛൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഈ ചോദിക്കുക എങ്ങനെയാണ് ഈ കോട്ടയം സ്റ്റൈൽ താറാവ് കറി, കുട്ടനാടൻ താറാവ് കറി, ഷാപ്പിലെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് നമ്മുടെ അച്ഛൻ അതെല്ലാം കാണിച്ചു തരും കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, അടുത്തത് പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ കരിവേപ്പില അല്ല വേപ്പില. അത് അച്ഛൻ 2 സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് കടുക് പൊട്ടിക്കാനും രണ്ടാമത് നമുക്ക് കറിക്കകത്ത് ഇടാനും. അങ്ങനെ 2 സെറ്റായിട്ട് 3 ഇതൾ വീതം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, നല്ല അടിപൊളി ഫ്രഷ് കരിവേപ്പില. പിന്നെ ഒരു തള്ളവരൻ്റെ നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത്. കണ്ടോ, ചെറിയൊരു ബൗളാണ്, ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ എടുക്കണം. പിന്നെ അടുത്ത വേണ്ടത് വെളുത്തുള്ളി. ഒരു 15 വെളുത്തുള്ളി ഉണ്ട്, അത് നടുവേ പൊളന്ന് എടുക്കണം, 15 വെളുത്തുള്ളി. പിന്നെ അടുത്ത് വേണ്ടത് നമ്മുടെ അച്ചായൻ കറിക്ക് അവസാനം ഇടാനുള്ള ചോപ്പ് ചെയ്ത മല്ലിയില. അടുത്തത് പിന്നെ അച്ചായൻ ഇതിനകത്ത് മസ്റ്റായിട്ട് ചേർക്കുന്നൊരു സാധനമാണ് മല്ലിപ്പൊടി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതേ ബൗളിനകത്ത് എടുത്തത്. പിന്നെ അടുത്ത അച്ചായൻ ചേർക്കുന്ന ഐറ്റമാണ് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 3 ടേബിൾ സ്പൂൺ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. അടുത്ത ഐറ്റമാണ് ചെറിയ കഷ്ണം 4-5 കറുവാപ്പട്ട. കണ്ടോ, ഈ ഒരു വലിപ്പമേ വരുന്നുള്ളൂ, 4-5 കറുവാപ്പട്ട. പിന്നെ അടുത്തത് നല്ല നീളമുള്ള പച്ചമുളക് 5 എണ്ണം നടുവേ പിളർന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ അച്ചായൻ സ്പെഷ്യൽ കുട്ടനാടൻ താറാവ് റെസിപ്പിക്കുള്ളത്. അച്ചായോ ഒന്ന് കാണിച്ചു തരാമോ എങ്ങനെയാണെന്ന്? അച്ചായൻ്റെ വെറൈറ്റി സ്റ്റൈൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ചായ ചീൻചട്ടി അടുപ്പേ വെച്ചോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചായൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനിലോട്ട് പോയാലോ. കുഴുവുള്ള ചീൻചട്ടി ചൂടായി വരുന്നു. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ കാച്ചിയ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. 3 ടേബിൾ സ്പൂൺ കാച്ചിയ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ക്ഷമിക്കട്ടെ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. കാച്ചിയ വെളിച്ചെണ്ണയല്ല, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നാണ് പറയാൻ വന്നത്. സ്പ്ലിറ്റ് ഓഫ് ദ ടങ്കാണ്, സോറി. അപ്പം 3 ടേബിൾ സ്പൂൺ ചക്കിലാട്ടിയ നല്ല വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇത് ചൂടായി വരട്ടെ. വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഓക്കേ, ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട്. ചട്ടി ചൂടായി, കടുക് പൊട്ടുന്നു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തോട്ട് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്ത് ഇനി അടുത്ത അച്ചാൻ ഇടാൻ പോകുന്ന ഐറ്റം എന്താ വെച്ചാൽ കറുവാപ്പട്ട ചെറിയ 4 പീസ് ഇട്ടു. അടുത്തത്
ഇതേ വെളുത്തുള്ളി 15 എണ്ണം നടുവേ പുളർന്നത് കേട്ടോ, അതിട്ടു. രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. നമ്മൾ നാടൻ വെളിച്ചെണ്ണയിലാണ്, കാച്ചിയ വെളിച്ചെണ്ണയിലല്ല. ഒന്നും കൂടെ ഞാൻ തിരുത്തി പറയുകയാണ്, നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ്, അല്ലാതെ കാച്ചിയതിൽ നിന്ന് എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. നാടൻ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ടേച്ചാൽ 5 പച്ചമുളക്, വലിയ പച്ചമുളക് നടുവേ പിളർന്നത് ആഡ് ചെയ്ത്. നമ്മുടെ അച്ചാൻ്റെ സ്റ്റൈലാണ്. ഇനി അച്ഛാ അടുത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഏതായാലും അത് കാണിച്ചേ. 3 ഇതൾ കരിയാപ്പില അത് അടർത്തിയിടുന്നു. 3 ഇതൾ കരിയാപ്പില അടർത്തിയിട്ട് ഇടുന്നു കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കാമല്ലോ, ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെ കരിഞ്ഞു പോവും. ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ നല്ല ഷാപ്പിലെ കറി വെക്കുന്ന പോലെയാണ് അച്ചാൻ വെക്കുന്നത്, അടിപൊളിയായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഫോറിനേഴ്സിനൊക്കെ അച്ചായൻ്റെ കറി വളരെ ഇഷ്ടമാണ്. മറുനാടൻ മലയാളീസിനും കേരളത്തിന് വെളിയിലുള്ളവർക്കും. ഞാൻ വർഷത്തിലൊരിക്കൽ അച്ചായനെ കൊണ്ട് ഇങ്ങനെ കുട്ടനാടൻ താറാവ് കറി ഉണ്ടാക്കി. എപ്പോഴും അച്ചാൻ ഉണ്ടാക്കത്തില്ല, അങ്ങനെ അച്ചാനൊരു മൂഡ് വന്നാൽ മാത്രമേ അച്ചാൻ ഉണ്ടാക്കുകയുള്ളൂ. ഇതൊക്കെ ഒരു പണിയാണ്, കാരണം ഡെഡിക്കേഷൻ വേണം ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ അച്ചാൻ വളരെ കാണുമ്പോൾ നമുക്ക് അല്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നു. അപ്പം നിങ്ങളും പിള്ളേർക്കും പ്രായമായവർക്കുമൊക്കെ ആഴ്ചയിലൊക്കെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അടുത്താണ് 1/4 കിലോ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്, അതിട്ട് ഇളക്കി കൊടുക്കണ്ടേ. ഇപ്പം മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, അല്ലെ കരിഞ്ഞു പോകും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ആവശ്യത്തിന് കുരുമുളക് എപ്പോഴാണ് ഉള്ളി വാടാൻ വേണ്ടിയാണ് ഉപ്പിടുക. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി. ഇത് ഇളക്കി കൊടുക്കുന്നു. കാരണം അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇളക്കുന്നത്. പച്ചപ്പ് മാറാൻ വേണ്ടിയാണ് ഇളക്കുന്നത്, കാരണം പച്ച ചുവയ്ക്കാതിരിക്കാൻ വേണ്ടി, നല്ല സൂപ്പർ കറിയാകാൻ വേണ്ടി. ഷാപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ല രുചി, കുട്ടനാടൻ അല്ലേ അച്ഛാ? ഇതൊക്കെ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുകയോ ചെയ്യരുത്. എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്താലേ നമ്മുടെ താറാവുകറിയുടെ ടേസ്റ്റ് പോകും അല്ലേ അച്ഛാ? അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ സവോളയും ചേർക്കരുത്, ഉള്ളി മാത്രമേ ചേർക്കാവുള്ളൂ, ചെറിയ ഉള്ളി. ഉള്ളിയുടെ രുചിയൊന്ന് വേറെയാണ് അല്ലേ അച്ഛാ? ഉള്ളി പൊളിക്കുന്നൊക്കെ ഇച്ചിരി സമയം എടുക്കും അല്ലേ അച്ഛാ? എന്നാലും ടേസ്റ്റ് ഓർത്ത് അച്ഛൻ അത് പൊളിക്കും. എല്ലാവർക്കും ടേസ്റ്റ് അല്ലേ കാര്യം, കുറച്ച് കൂട്ടിയാലും നല്ല ടേസ്റ്റ് വേണം. അതല്ലേ നമ്മുടെ താറാവ് കറി അല്ലേ അച്ഛാ? നല്ല പൂവൻ താറാവ്, ഇളത്ത താറാവാണ് നല്ല ടേസ്റ്റ് അല്ലേ അച്ഛാ? മൂത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് എല്ല് കടിക്കും അല്ലേ അച്ഛാ? വലിയ പാടാ ഊരിപ്പോയി. അതുകൊണ്ട് നല്ല ഇളത്ത താറാവ് തന്നെയാണ് മേടിച്ചത്. ഇത് ഇളക്കി കൊടുക്കുന്നു. ഒരു 2-3 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കരുത്. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെക്കുവാണ്. മൂടി വെച്ച് അത് 2 മിനിറ്റ് ഇരുന്ന് വേഗം സമയം കൊടുത്തപ്പോഴത്തേക്ക് ഇത് 1/2 മുറി തേങ്ങ അച്ചായം പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിനകത്ത് ആദ്യം വരുന്ന തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ മാറ്റി വെക്കും. എന്നിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ആദ്യം എടുക്കുന്നത്. അത് അച്ചായൻ തേങ്ങാപ്പാൽ പിഴിയാൻ പോവുകയാണ്. ഇങ്ങനെ ചെറിയ ഒരു പ്ലേറ്റിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമിയാണ് അച്ചായൻ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ആദ്യത്തെ പാൽ നമ്മളെടുത്ത് മാറ്റി വെക്കും, രണ്ടാമത്തെ പാലാണ് ആദ്യം കറിക്കകത്ത് ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് കാണിക്കാം. ഇപ്പം മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് കൂടുമ്പോൾ അടി പിടിക്കരുത്, ഉള്ളി വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ച് അച്ചായൻ ചെറിയ അടപ്പ് വെച്ച് ഇത് മൂടി വെച്ചിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കും. പെട്ടെന്ന് വേകാനാണെന്നാണ് പറഞ്ഞത് ഈ ചെറിയ അടുപ്പ് വെച്ചിരിക്കുന്നത്. ചെറിയ അടപ്പ് തുറക്കുന്നു.
ചെറിയ അടപ്പ് മൂടി വെച്ചുകൊണ്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അച്ഛൻ്റെ ചെറിയ ടെക്നിക്ക്. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നന്നായിട്ട് വാടി. ഇനി ഇതിനകത്തോട്ട് എന്നാ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുന്നത്, നന്നായിട്ട് വാടിയ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്, അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മുമ്പേ പറയാം, ഏറ്റവും ആദ്യം ഇൻഗ്രീഡിയൻറ്റിനകത്ത് വിട്ടുപോയ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഏറ്റവും അത്യാവശ്യം. കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ. അതാണ് ഏറ്റവും രുചി നൽകുന്നത്. നമ്മുടെ താറാവ് കറിക്ക്, കുട്ടനാടൻ താറാവ് കറിക്ക് ഏറ്റവും രുചി വരുന്നതാണ് കുരുമുളക് പൊടി. 1 ടീസ്പൂൺ ഇട്ട്. ഇനി അത് ഇളക്കുവാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു. ഒന്ന് ഇളക്കുക, പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു. ഇനി ഉടനെ തന്നെ 2ാം പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒന്ന് കാണിച്ച് വെച്ചാൽ ചെറിയ ബൗളിനകത്തെടുത്ത് 2ാം പാൽ ആദ്യം ഒരു ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ച്, ഇച്ചിരി ഒഴിച്ച് ഇളക്കി. ഇച്ചിരി ഒഴിച്ച് 2ാം പാലാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ 2ാം പാലിൽ ഒരു ഇച്ചിരി ഒഴിച്ച് ബൗളിനകത്തുനിന്ന് പകുതി ഒഴിച്ച് പകുതി ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ചാലിച്ച്, നന്നായിട്ട് ചാലിച്ച് പിടിച്ച് വരുന്നുണ്ട്. എല്ലാവരും ഈ സൈഡ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ സമയത്ത് എല്ലാം ഒന്ന് ശരിക്ക് പിടിക്കട്ടെ. അതിൻ്റെ കാണിച്ച് 2ാം പാലിൻ്റെ പകുതി ബൗളുള്ളതും കൂടെ ഒഴിക്കുന്നു. ഇപ്പോൾ 2ാം പാല് പൂർണ്ണമായിട്ട് ഒഴിച്ചു. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മസാല എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി, അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച്, അങ്ങനെ ഒരു ബൗൾ 2ാം പാല് ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനകത്ത് തിളയ്ക്കണം വെച്ചാൽ ഒന്ന് കുറച്ച് തിളച്ച് വരണം. അപ്പോഴത്തേക്കല്ലേ ഇറച്ചി ഇട്ട് കൊടുക്കട്ടെ അല്ലേ. ഇനി ഒന്ന് കുറച്ച് തിളച്ച് വരട്ടെ. ഇതാണ് കുട്ടനാടൻ താറാവ് കറി, ഞങ്ങളുടെ അച്ചായൻ താറാവ് കറിയുടെ സ്പെഷ്യൽ. അച്ചായൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ സ്റ്റൈൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്ക്, എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ ഒക്കെ ചില തെറ്റുകളൊക്കെ പറ്റിയാലും ഉണ്ടല്ലോ, വെച്ച് വരുമ്പോൾ ശരിയാവും. അച്ചാൻ അങ്ങനെയാണ്. അച്ചാൻ പറഞ്ഞു അച്ചാൻ ആദ്യം വെച്ചത് ശരിയായില്ലായിരുന്നു, പിന്നെ പല പ്രാവശ്യം വെച്ചാണ് ചെറുപ്പം മുതൽ നന്നായിട്ട് പഠിച്ചത്. മിസ്റ്റേക്ക് മേക്ക് പെർഫെക്റ്റ് എന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ താറാവ് കറി ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ഉണ്ടാക്കാതിരിക്കരുത്. ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഓക്കെ, അപ്പം നമുക്ക് തിളച്ച് വരുന്നുണ്ട്. ഇറച്ചി ഇടാൻ സമയമായി. അപ്പോൾ ഇറച്ചി ഇങ്ങെടുത്ത് കാണിച്ച്. ഇത് ഒരു 700 വരും. നല്ല താറാവ്, പൂവൻ താറാവാണ്. ഇട്ടോ കുറേശ്ശെ ഇടും. തെറിക്കില്ല, പതുക്കെ കൈ കൊണ്ടിട്ടോ. സൂക്ഷിച്ച് ഇനി ഇളക്കിക്കോ. നന്നായിട്ട് അരപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഇളക്കണം. താറാവിലോട്ട് മൊത്തം പിടിക്കണം. അതിൻ്റെ താറാവിൻ്റെ മാങ്ങായ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എടുത്തിട്ടുണ്ട്. ലിവർ എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. കുട്ടനാട് സ്റ്റൈൽ എടുക്കാവുന്ന ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. താറാവിൻ്റെ പൂവൻ താറാവാൻ പറയാമല്ലോ, അതിൻ്റെ ഉള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. താറാവ് കൂടെ പൊളിക്കുമ്പോൾ കിളുക്കാതിരിക്കാനുള്ള ടെക്നിക്കൊക്കെ ഉണ്ട്. പല ടെക്നിക്സാണ് ഓരോരുത്തർ. ചിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇതിൻ്റെ എന്താ വെച്ചാൽ ഈ കപ്പളങ്ങയുടെ ഇല ഇട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിനകത്ത് മുക്കി താറാവിനെ പൊളിക്കും. പല പല ടെക്നിക്കുകൾ ഓരോ നാട്ടിലും ഉണ്ട്. അപ്പോൾ അതാണ് ഈ താറാവിൻ്റെ ഏറ്റവും വലിയ ഒരു മെയിൻ പണി. അതിൻ്റെ രോമം പൊഴിക്കുകയാണ്. അതിൻ്റെ സ്കിന്നില്ലാതെ കറി വെച്ചാൽ ഒരു ടേസ്റ്റും കിട്ടിയല്ല. ഷാപ്പിലാണ് എല്ലാവരും സ്കിന്നിട്ടാണ്, സ്കിന്നോട് കൂടിയാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കാം അല്ലേ. മൂടി വെച്ചേക്കാം. മുമ്പേ നമ്മൾ 1/2 ടീസ്പൂണേ ഉപ്പിട്ടുള്ളൂ. ഇപ്പം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഇറച്ചി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. ഇളക്കി കൊടുത്തേച്ചാ നന്നായിട്ട് ഇളക്കി കൊടുത്തു.
നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. എത്ര മിനിറ്റ് എടുക്കും അച്ഛാ ഇത് വേകാൻ ശരിക്കും? 20 മിനിറ്റ്. അച്ഛൻ പറഞ്ഞ് 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ താറാവ് വെന്ത് കിട്ടുമെന്നാണ് പറഞ്ഞു. പൂവൻ താറാവ് നല്ല ഇളത്ത താറാവ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലേ അച്ഛാ? മുതുക്കൻ താറാവിനെ നിങ്ങൾ മേടിക്കരുത്. അത് താറാവ് വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ആ കറക്റ്റ് പാകവും അതിൻ്റെ തൂവലിൻ്റെ കളറ്, പെടലിയുടെ അവിടുത്തെ കളർ അല്ലേ, അതൊക്കെ താറാവിൻ്റെ ചുണ്ട് നോക്കിയാലൊക്കെ പ്രായം അറിയാം, കാല് നോക്കിയാൽ പ്രായം അറിയാം. അപ്പോൾ അങ്ങനെ നല്ല ഇളത്ത താറാവ് മേടിക്കുകയുള്ളൂ. മൂത്ത താറാവിനെ മേടിക്കരുത്. പെടത്താറാവിനെയും കഴിവതും മേടിക്കരുത്, ടേസ്റ്റ് കുറവായിരിക്കും. ഇളത്ത പൂവൻ താറാവ് തന്നെ മേടിക്കണം. ഇനി ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അച്ഛൻ പറഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ റെഡി ആവുമെന്ന് അല്ലേ? 20 മിനിറ്റ് ആകുമ്പോൾ റെഡി ആകത്തില്ല അച്ഛാ? 20 മിനിറ്റ് ആകുമ്പോൾ ഞാൻ കാണിക്കാം. 10-20 മിനിറ്റ് കൊണ്ട് റെഡി ആവുമെന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ ആദ്യ പാൽ ഒഴിച്ചിട്ടില്ല, ആദ്യ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. അത് വാങ്ങുന്നതിന് മുമ്പാണ് ഒഴിക്കുന്നത്. അതൊക്കെ കാണാനുണ്ട്. അപ്പോൾ അച്ഛാ ഒന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ അച്ഛാ മൂടി വെക്കാൻ പോകണേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാം. അവിടെ ഇരുന്ന് വേകട്ടെ. ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് പാത്രം പൊക്കി ഇളക്കാൻ പോവാണ്. അത്ര പാത്രം പൊക്കി ഇത് തിളച്ച് വരുന്നു. ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് അടി പിടിക്കാൻ സമ്മതിക്കരുത്. 2 മിനിറ്റ് കൂടുമ്പോൾ പാത്രം പൊക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു 25 മിനിറ്റ് എടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞത് വേകാൻ. 25 മൊത്തം, അതായത് ഇറച്ചി ഇട്ട് കഴിഞ്ഞാൽ 25 തിളച്ച് കഴിഞ്ഞ് 25 മിനിറ്റ് കൊണ്ട് വേകുമെന്ന് അച്ഛൻ പറഞ്ഞു. അത് താറാവിൻ്റെ മൂപ്പ് അനുസരിച്ചിരിക്കും അല്ലേ അച്ഛാ? സാധാരണ ഒരു 25 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് 25 മിനിറ്റിനുള്ളിൽ അല്ലേ? നന്നായിട്ട് വേകണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അടിപൊളി. അരപ്പെല്ലാം അങ്ങോട്ട് ശരിക്കും പിടിക്കട്ടെ. അവൻ്റെ എല്ലിനിടയിലോട്ടും ഇതോട്ടൊക്കെ കയറട്ടെ. ഒന്ന് മൂടി വെച്ചേര്. നന്നായിട്ട് വേകട്ടെ. തിളയ്ക്കുന്നു. മൂടി വെച്ചത് ഇരുന്ന് വെട്ടി തിളയ്ക്കുന്നു. മൂടി വെച്ച അടപ്പിന് മൂടി വെക്ക്. അടപ്പിന് മൂടി വെച്ച് മൂടി തുറക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അച്ഛൻ വീണ്ടും ഇളക്കി കൊടുക്കാൻ പോവാണ്. എപ്പോഴും ഇങ്ങനെ 2 മിനിറ്റ് വീതം കഴിയുമ്പം മൂടി എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ അടി പിടിക്കരുത്. അടി പിടിച്ച കങ്ങം കയറിയെന്ന് പറയും. ഒരു ചൊവ്വ് വരും. ആ ചൊവ്വ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ താറാവിൻ്റെ ടേസ്റ്റ് എല്ലാം കളയും. ഉണ്ടോ? നന്നായിട്ട് കുക്കറിലൊന്നും വെച്ച് കഴിഞ്ഞാൽ എത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ഒന്നേ മൺചട്ടിയിൽ വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചീൻചട്ടിയിൽ വെക്കുക. നല്ല ടേസ്റ്റുള്ള അവൻ്റെ ആ താറാവിൻ്റെ ആ സ്കിന്നിൻ്റെ ആവുന്ന എല്ലാം ആ ഫാറ്റ് ഇതെല്ലാം ഇടയ്ക്ക് നല്ല ടേസ്റ്റായി. ഇത് നന്നായിട്ട് വരുന്നുണ്ട്. വെന്തൊന്നും ആയില്ല. ഒന്ന് മൂടി വെച്ചേര്. വെന്തോട്ടായിരുന്നു. മൂടി വെക്ക്. ഓക്കെ. അടപ്പ് തുറന്ന് അച്ഛൻ വീണ്ടും ഇളക്കാൻ പോവുകയാണ്. പിന്നെയും 2 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം വന്നു അല്ലേ? നന്നായിട്ട് വെള്ളം വന്നിരിക്കുന്നുണ്ട്. കണ്ടോ? ചൂടായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം പറ്റണം അല്ലേ? വെള്ളം പറ്റുമ്പം ഇറച്ചി വേവും. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? നന്നായിട്ട് ചാറ് നന്നായിട്ട് ഇളകിണ്ടോ? നേരത്തെ വെച്ചേക്കഴിഞ്ഞ് ഗ്രേവി വന്നു കേട്ടോ. ഈ ഗ്രേവി പറ്റുമ്പോഴത്തേക്ക് ഇറച്ചി വേവും അല്ലേ അച്ഛാ? ഇത് ഒന്നും കൂടെ തട്ടിപ്പൊത്തി വെച്ച് മൂടി വെക്കാൻ പോവുകയാണ്. അച്ഛാ മൂടി വെച്ചേ. ഇവിടെ തിളയ്ക്കുന്നുണ്ടോ? ഓക്കെ. അച്ഛാ പിന്നെയും 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി എടുത്ത് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് ഗ്രേവി വന്നിരിക്കുകയാണ്. അത് വറ്റി വരണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കണം. വെള്ളം പറ്റുമ്പോൾ ഇറച്ചി വേവും. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ അടി പിടിക്കാൻ അനുവദിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിം വെച്ചേക്കണം. നല്ല മീഡിയം ഫ്ലെയിം വെക്കുക. ഇനി ഒന്ന് മൂടി വെക്കുക. ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടിക്കേ. വേഗം മൂടും. ഓക്കെ. ഒന്നും കൂടെ ഇളക്കാൻ പോവാണ്. നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ഇത് ചീൻചട്ടിയിലൊക്കെ വെക്കുമ്പോഴേ
ചട്ടിയിലൊക്കെ വെക്കും കുറേ സമയം എടുക്കും ഇത് ഇറച്ചി വേകാനേ. അപ്പോൾ കുക്കറി വെച്ച് 2-3 വിസിലടിക്കും പെട്ടെന്ന് വേകും. പക്ഷേ ഉണ്ടല്ല ആരും കുക്കറി വെക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. ഇങ്ങനെ തന്നെ ഇറച്ചി വെന്താലേ ഉള്ളൂ താറാവ് കറിയുടെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിങ്ങനെ തന്നെ ഇരുന്ന് വേകണം. 2 മിനിറ്റ് കൂടുമ്പം മൂടിയെടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അച്ചാനുണ്ടല്ലോ ഇത് കോട്ടയത്ത് മെയിനായിട്ട് അച്ചാൻ ഉണ്ടാക്കുന്ന ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ സ്പെഷ്യലാണ്. അതായത് താറാവും ഇച്ചിരി പാലപ്പവും അതുപോലെ തന്നെ താറാവും കപ്പയും പിന്നെ ഷാപ്പിലെയൊക്കെ മെയിൻ ഐറ്റാണ് അല്ലേ അച്ഛാ? താറാവ് കറി ഇല്ലാതെ കുട്ടനാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റിയല്ല. കോട്ടയംകാർക്ക് മസ്റ്റായിട്ട് താറാവ് കറി വേണം. അച്ഛാ അതൊന്ന് മൂടി വെച്ചേര് വേഗം റെഡിയാകട്ടെ. ഇത് മൂടി പൊക്കി അച്ഛൻ വീണ്ടും ഇളക്കാൻ പോവാണ്. ഇത് കണ്ടിട്ടുണ്ട് ഇറച്ചി ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട് കണ്ടോ? വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. എന്നാലും വെള്ളമുണ്ട്. വെള്ളം ശരിക്ക് പറ്റണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക്. പിന്നെ ഈ താറാവർക്ക് മസാലയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിൽ താറാവ് കറി വെച്ചാൽ വരെ നമുക്കറിയാം. ഞായറാഴ്ച ദിവസമൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴേ ഈ താറാവ് ഏതൊക്കെ വീട്ടിൽ കറി വെക്കുന്നതെന്ന് ആ സ്മെല്ല് കേൾക്കുമ്പോൾ അറിയാം. ചിക്കൻ മസാലയുടെ സ്മെല്ല് പോലെയല്ല, താറാവ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു സൂപ്പർ സ്മെല്ലാണ്. അത് അറിയാവുന്നവർക്കറിയാം. കോട്ടയംകാർക്കൊക്കെ അറിയാം. ഈ സ്മെല്ല് കേട്ട് ഏത് കറിയാണെന്ന് കോട്ടയംകാർ പറയും. ഇന്നിവിടെ താറാവ് കറി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന് കോഴി. അത് താറാവിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുന്ന കുട്ടനാടുകാരും ഞങ്ങൾ കോട്ടയംകാർക്കൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം മൂടി വെച്ചാൽ വേട്ടെ. ഇത് അടപ്പ് തുറക്കുവാണ്. ഇളക്കി കൊടുക്കുവാണ്. അടി പിടിക്കാതിരിക്കും. ഇപ്പോഴത്തെ ഈ ചാറ് കുറുകി വരുന്നുണ്ട് അല്ലേ വെച്ചാൽ അല്ലേ? അത് നന്നായിട്ട് അതിൻ്റെ ആ കളറും മണവും സ്മെല്ലും എല്ലാം അങ്ങോട്ട് ഇളകുന്നുണ്ട് അല്ലേ? ഇറച്ചി നല്ലതായിട്ട് ഒതുങ്ങുന്നുണ്ട് കണ്ടോ? കണ്ടോ കൂട്ടണ ഒച്ച കണ്ടോ? കുമ്പള വരുമ്പം കണ്ടോ ആ ചാറിൻ്റെ? നമ്മൾ ഇതുവരെ 1-ാം പാൽ ഒഴിച്ചിട്ടില്ല. 1-ാം പാൽ ഒഴിച്ചും കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും. അതിൻ്റെ കുട്ടനാടൻ താറാവ് കറി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതുക്ക് മേലെ ഒരു കറിയും വരികയില്ല. ഒരു കറിക്കും ഇത് മറ്റേ അത്രയും ടേസ്റ്റ് ഇല്ല. എൻ്റെ ഗ്രേവിയുടെ പാലപ്പം കൂട്ടി പിടിച്ചാണല്ലോ. മൂടി വെച്ചോ. മൂടി പൊക്കാൻ പോവുകയാണ്. ഇപ്പോൾ 25 മിനിറ്റായി വെച്ചിട്ട്. ചിലപ്പോൾ 1/2 മണിക്കൂർ എടുക്കും. ഇറച്ചിയുടെ മൂപ്പനുസരിച്ചാണ്. നമ്മൾ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൽ ഒഴിക്കാറായില്ലേ അച്ഛാ? എന്നാൽ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് വാങ്ങാനുള്ള സമയമായി. നമ്മുടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, കാണുമ്പോഴേ അറിയാം. ഇനി 1-ാം പാൽ തീ കുറച്ച് വെച്ച് തരും. ഒരു 25 മിനിറ്റ് എടുത്തു കേട്ടോ. ഇറച്ചി ഇട്ട് കഴിഞ്ഞു. നല്ല ഫ്ലെയിം വെച്ച് കൊടുക്കും. ഇനി 1-ാം പാൽ ഒഴിക്കാൻ പോവല്ലേ? 1-ാം പാൽ 2-ാം പാലാണ് ആദ്യം ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടോ? 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ അവൻ്റെ ആ കളറും ഇല്ല വെച്ചാൽ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി കരിവേപ്പിലൊക്കെ എപ്പോഴാണ് 1-ാം പാൽ അതിനകത്തോട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അല്ലേ? നല്ല കളർ വരുന്നുണ്ട്. സൈഡ് കൂട്ടിക്ക് ഇളക്കി വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ല് മണവും ഈ സൈഡും കൂടെ സൈഡിൽ ഇരിക്കുന്ന ഒരു കരിയാപ്പില ഈ സൈഡിൽ ഇരിക്കുന്നു. ഇളക്കുകൾ ഇത് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കണ്ട. 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കണ്ട. തീ ഫ്ലെയിം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നു. കരിയാപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് 3 ഇതള് കരിയാപ്പിലയാണ്. പിന്നെ മല്ലിയില ചോപ്പ് ചെയ്ത് കാണിച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് കൊണ്ടിടുന്നു. തീ അധികം തിളപ്പിക്കണ്ട കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇനി അധികം തിളയ്ക്കണ്ടല്ലോ. അധികം തിളയ്ക്കണ്ട. തീ ഓഫ് ചെയ്തോ? തീ ഓഫ് ചെയ്ത്. അപ്പം 1-ാം പാൽ ഒഴിച്ചിട്ട് ഇനി അധികം തിളപ്പിച്ച് തീ ഓഫ് ചെയ്തു. ഇനി ഒന്ന് ഇളക്കണം. ഇളക്കി എടുത്തേച്ചാൽ മതി. അവൻ്റെ ആ കൺസിസ്റ്റൻസി കണ്ടോ? ഈ ആവിക്കകത്തിരുന്ന് വെന്തോളും. കരിയാപ്പില ശരിക്കും ഇളക്കി വെച്ചാൽ ഇപ്പോൾ ഇട്ട കരിയാപ്പിലയും ആ മല്ലിയിലയും ഒന്നും ആ ഗ്രേവിക്കകത്ത് തിക്ക് ഗ്രേവിയാണ്. നല്ല അടിപൊളി. അതിനകത്തിട്ട് ഇനി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മൂടി വെക്കാം അല്ലേ അച്ഛാ? അപ്പം അതിൻ്റെ ഗ്രേവിയുടെ ഇതെല്ലാം ഇപ്പം ഇട്ട മല്ലിയിലയും കരിയാപ്പിലയും ഒക്കെ പിടിച്ച് മൂടി വെച്ച്
ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇനി ഞാൻ നിങ്ങളെ ബൗളിലെടുത്ത് നമ്മുടെ അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കേട്ടോ. നമ്മുടെ അച്ചായൻ്റെ കോട്ടയം സ്റ്റൈൽ കുട്ടനാടൻ താറാവ് കറി ഇതേ ബൗളിനകത്ത് മാറ്റിയിരിക്കുന്നതാണ്. എന്ത് സ്മെല്ലാ, എന്നാ ഭംഗിയാണ് കാണാൻ, നല്ല രുചി ആയിരിക്കും. ചാറിൻ്റെ ആ ഒരു കടുപ്പം കണ്ടില്ലേ, നല്ല കളർ. അച്ഛാ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമോ എങ്ങനെയുണ്ടെന്ന്? അച്ഛനെ എല്ലാ തവണയും വെക്കുന്ന പോലെ വെച്ചോ ഒന്ന്. നന്നായിട്ട് എടുക്ക്, ചാറ് കൂട്ടിയെടുക്ക്, എടുക്ക്. നന്നായിട്ട് എടുക്ക്. ഗ്രേവി കൂട്ടട്ടെ, ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കാണിച്ചു കൊടുത്തേ. ഗ്രേവി എടുക്ക്. അച്ഛാ ഗ്രേവി ശരിക്കും എടുത്ത് അടിയുന്ന. അച്ഛാ ഒന്ന് കഴിച്ച് കാണിച്ചേ. താറാവിൻ്റെ അതെടുക്ക്. അച്ഛാ ഒന്ന് പറഞ്ഞേ, ടേസ്റ്റ് പറഞ്ഞേ. നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് അല്ലേ? സാധാരണ കുട്ടനാടൻ താറാവ് കറി കഴിക്കുന്നത് തന്നെയാണോ? അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടോ? ഇച്ചിരി എടുത്ത് കാണിച്ചേ, കൂട്ടി കാണിച്ചേ. എങ്ങനെയുണ്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. സൂപ്പറാണോ? സൂപ്പറാ, നല്ല ഗുണമുണ്ട്. എനിക്കും കഴിക്കണം, അനിയന്മാർക്കും വേണം. ജോജിൻ്റെ കഴിക്കാൻ, തോമസട്ടി കഴിക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു. അച്ഛാ പിന്നെയും കഴിക്കുന്ന. അച്ഛാ ഇച്ചിരി കൂടെ എടുത്ത് കഴിച്ചേ. ചാറെടുത്ത് ഗ്രേവി എടുത്ത് കാണിച്ചേ. കഷ്ണം എടുത്ത് ഇനി ഗ്രേവി എടുത്ത്. ഒന്നും വേണ്ടല്ലേ? പാലപ്പാരന സൂപ്പറായിരുന്നു അല്ലേ അച്ഛാ? പാലപ്പാരന ഇതിൽ സൂപ്പറായിരുന്നു. അച്ഛാ ഇച്ചിരി ഗ്രേവി എടുത്ത് കാണിച്ചേ. നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചേ. ഗ്രേവി സ്പൂൺ എടുത്ത്. ഗ്രേവി ഇതേ ഒന്ന് ഇളക്കിക്ക്. അടിയെന്നൊക്കെ ഒന്ന് കാണിക്ക്. കണ്ടോ? മേളിലോട്ട് പൊക്കിക്ക്. ഇട്ടേ. നല്ല കിടുക്കനാച്ച് വന്നിട്ടുണ്ട് അല്ലേ? നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അച്ഛാ. നല്ല സ്മെല്ലുണ്ട്. ഗ്രേവി ഇച്ചിരി എടുത്തേ. എടുക്കുന്ന ഗ്രേവി കോരി എടുത്തേ. കണ്ടോ, അങ്ങനെ കട്ടി വേണം കേട്ടോ. കട്ടിയുള്ള ഗ്രേവി, ഇച്ചിരി കൂടെ കട്ടിയുള്ള ഗ്രേവി എടുത്തേ. അത് എടുത്തേ. ഗ്രേവി കണ്ടോ, ഇതുപോലെ ഇരിക്കണം ഗ്രേവി കേട്ടോ. ഈ കൺസിസ്റ്റൻസി വേണം അല്ലേ അച്ഛാ? അത് ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ല ഈ കൺസിസ്റ്റൻസി വേണം. അത് ആദ്യം പാല് അവസാനം ഒഴിക്കുന്നതുകൊണ്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഈ താറാവ് റെസിപ്പി ഞങ്ങളുടെ കോട്ടയം അച്ചായൻ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. സൂപ്പർ. താങ്ക്സ് കൊടുത്തേ. സൂപ്പർ. സ്മൈൽ. താങ്ക് യു. അടിപൊളി. ഇതേ അച്ഛൻ എന്തേ കുഴച്ച് തിന്നുന്നു. അടിപൊളി. ഇതേ എന്ത് കൺസിസ്റ്റൻസി നല്ലതല്ലേ? ഇപ്പം പാലപ്പോ ഇടിയപ്പോ കപ്പയോ ഷാപ്പിലെ കുട്ടനാടൻ പോലെ അച്ചായൻ സ്റ്റൈൽ ഇത് സൂപ്പർ അച്ചായ, സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു.